അതായത് കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് എത്രത്തോളം വിറ്റ് നോക്കിയാലോ. നമുക്ക് ഫസ്റ്റ് 10 കുറിച്ച് പറയട്ടോ. അപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ടാറ്റ പഞ്ചാണ് കേട്ടോ. മൈക്രോ എസ് യു വി ടാറ്റ പഞ്ചാണ്. അത് ഏകദേശം 1,57,522 യൂണിറ്റ് ആണ് കേട്ടോ വിറ്റത്. നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ബ്രസയാണ് കേട്ടോ. ബ്രസയാണ് വിറ്റത്. അടുത്ത 9ാം സ്ഥാനത്തുള്ള ബ്രസയാണുള്ളത്. 1,57,606 യൂണിറ്റ് ആണ് ബ്രസ വിറ്റിരിക്കുന്നത്. പിന്നെ ഫ്രോൺസ് ആണ്. ഫ്രോൺസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ മിഡ് സൈസ് ആ ഒരു സെഗ്മെന്റ് ഫ്രോൺസ് ഭരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രോൺസ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് 1,59,188 യൂണിറ്റുകളാണ് കേട്ടോ ഫ്രോൺസ് വിറ്റത്. അതേപോലെ നെക്സ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. മഹീന്ദ്രന്റെ സൈഡിൽ നിന്നുള്ള സ്കോർപ്പിയോ ആണ് കേട്ടോ. സ്കോർപ്പിയോ ഇത്രത്തോളം പൈസ ഉണ്ട്, എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ എത്ര എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. 7ാമത്തെ പൊസിഷനിൽ വരുന്നത് സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ വിറ്റിരിക്കുന്നത് 1,61,103 യൂണിറ്റുകളാണ് കേട്ടോ വിറ്റിരിക്കുന്നത് സ്കോർപ്പിയോ. അത് നമുക്ക് ഒരു ഹെഡ്സ് ഓഫ് കൊടുക്കണം കേട്ടോ മഹീന്ദ്രയ്ക്ക്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രിയങ്കരനായ പിന്നെയും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചു കൊണ്ടുനടന്നിട്ടുള്ള ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് കേട്ടോ. സ്വിഫ്റ്റ് 1,70,494 ആണ് കേട്ടോ വിറ്റിരിക്കുന്നത്. അപ്പോൾ അതും അടിപൊളി സെയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് എർട്ടിക കേട്ടോ. ഒരു ഫേവറേറ്റ് MPV ആണ്. 10 ലക്ഷം ആ റേഞ്ചിലുള്ള ഒരു, അല്ലെങ്കിൽ 15 ലക്ഷത്തിന് താഴെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു MPV ആണ് എർട്ടികയാണ്. എർട്ടിക്കൻ്റെ യൂണിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 1,70,75,404 യൂണിറ്റ് ആണ് വിറ്റിരിക്കുന്നത് കേട്ടോ. റൈറ്റാന്ന് തോന്നുന്നു അല്ലേ. മാരുതി വാഗനർ ആണ് വിറ്റിരിക്കുന്നത്. അത് 1,79,663 യൂണിറ്റ് ആണ് കേട്ടോ വിറ്റിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ രാജാവാണ് നെക്സോൺ ആണ് കേട്ടോ. നെക്സോൺ വരുന്നത് 81,186 യൂണിറ്റുകളാണ് നെക്സോൺ വിറ്റിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മിഡ് സൈസ് കിങ് എന്ന് പറയാനുള്ള ക്രെറ്റയാണ്. 1,87,900 യൂണിറ്റ്സ് ആണ് ക്രെറ്റ വിറ്റിരിക്കുന്നത് കേട്ടോ. അതൊരു പൊളി ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്രെറ്റനെ തോൽപ്പിക്കാൻ ആ സെഗ്മെന്റിൽ ആരും ഇതുവരെ ജനിച്ചിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ സെയിൽ വന്നുള്ള ആരാന്നല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിക്കണം. അപ്പോൾ നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇതേപോലത്തെ നല്ല വീഡിയോസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരാന്നല്ലേ ഫസ്റ്റ് കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ സ്വിഫ്റ്റ് പണ്ട് സ്വിഫ്റ്റ് എന്നായിരുന്നു, ഇപ്പോൾ സ്വിഫ്റ്റ് ഒഴിവാക്കി ഡിസയർ എന്നുള്ള പേരുള്ള പുതിയ പേരിൽ വന്നിട്ടുള്ള ഡിസയർ ആണ് കേട്ടോ. മാരുതി ഡിസയർ ആണ് ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന സെഡാൻ സെഗ്മെന്റിലാണ് വരുന്നത്. ഇത് ഏകദേശം വിറ്റിരിക്കുന്നത് 1,95,416 യൂണിറ്റ് ആണ് കേട്ടോ വിറ്റിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം ജാൻ മുതൽ നവംബർ വരെയുള്ള യൂണിറ്റ്സുകളാണ് കേട്ടോ വിറ്റിരിക്കുന്നത്. അപ്പോൾ ഒരു 20,000 യൂണിറ്റ് പ്ലസ് ഓർ മൈനസ് വന്നിരിക്കുക കേട്ടോ ഈ എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികൾക്കും. അപ്പോൾ ഇതാണ് ഈ റേറ്റ് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.